ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായും എത്തുന്നത്. മകരവിളക്ക് ഉത്സവത്തിനായി കഴിഞ്ഞ ദിവസം മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ശബരിമലയിൽ ഇപ്പോഴും തുടരുകയാണ്. പമ്പയിലും നിലയ്ക്കലിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും വരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷമാണ് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കുന്നുണ്ടെങ്കിലും തിരക്ക് കൂടിയതുമൂലമുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ക്യൂ ആരംഭിച്ചു. മണിക്കൂറിൽ ശരാശരിയിൽ 3000-ഓളം ഭക്തർ 18ാം പടി കയറുന്നു. മണികണ്ഠ സ്വാമിമാരും കുഞ്ഞു മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. ഇന്ന് ഒടുവിലായി ലഭിച്ച കണക്കുകൾ പ്രകാരം 70,693 ഭക്തരാണ് ശബരിമലയിലെത്തിയത്. മണ്ഡലകാലത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ 3,83,435 തീർത്ഥാടകരെ കൂടുതലായി എത്തിയതോടെ മകരവിളക്ക് മഹോത്സവകാലത്തും കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തൽ. മകരവിളക്ക് ഉത്സവത്തിനായി ജനുവരി 12-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്ന് പുറപ്പെട്ട് ജനുവരി 14-ന് മകരസംക്രമ നാളിൽ വൈകിട്ട് സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനം. ജനുവരി 20-ന് പന്തളം രാജപ്രതിനിധി ആചാരപരമായ ദർശനം നടത്തി മടങ്ങുന്നതോടെ നടയടയ്ക്കും. അമൃത ന്യൂസ്, സന്നിധാനം.